കാരണം അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇപ്പോൾ രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ബസ് വണ്ടി വരാറായി. ഇവളുമാർ വന്നപ്പോൾ കിളികളെല്ലാം പറന്നുപോയി. അപ്പോൾ ഞങ്ങളെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയായി ഇറങ്ങി കേട്ടോ. ഇനി വണ്ടി വരുന്ന താമസം ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒരു വീഡിയോ എടുക്കാൻ ഓർത്തു. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണോ എന്നാ മേധ പറയുന്നത്. മകതി ചോദിച്ചേക്ക് പറഞ്ഞാൽ എല്ലാവർക്കും സുഖമാണോ എന്ന്. ഉണ്ണിമാവയാണോ? ഉണ്ണിമാവയാന്ന് പറഞ്ഞോളൂ. ഹലോ, ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ ഒരു അതിഥി വന്നിട്ടുണ്ട് കേട്ടോ പരിക്കകത്ത്. അപ്പോൾ എൻ്റെ മരുന്നൊക്കെ മാറ്റട്ടെ, പയ്യെ ഇറക്കിയിട്ട് പറഞ്ഞുപോയി. ഇപ്പോൾ രാത്രി ബ്രേക്ക്ഫാസ്റ്റ് കപ്പയും മീൻ കറി. ഇപ്പോൾ കഴിക്കട്ടെ. ഉച്ചയ്ക്ക് നല്ലൊരു വെയിൽ വന്നു കേട്ടോ. ഇത്ര നല്ല മഴയൊന്നും, ഇപ്പോൾ നല്ല വെയിലും പിന്നെ കാർമേഘമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പുറത്തോട്ടൊന്ന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുക. അപ്പോൾ നിത്യവഴുതിരിഞ്ഞ പൂത്തു കേട്ടോ. അതുപോലെ ഞങ്ങൾ നട്ട പയറും ഏകദേശം കായ്ച്ചു ഉണങ്ങിയിട്ടുണ്ടോ. അപ്പോൾ ഉച്ചയ്ക്കുള്ള ലഞ്ച് മീൻ വറുത്തത്, ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി, പിന്നെ മീൻ കറി. ചോറ് കഴിക്കട്ടെ. പോട്ടാ, ടാറ്റാ ടാറ്റാ ടാറ്റാ. ആ ഗ്ലാസ്
വരും, കൂമാമയൊക്കെ ഇപ്പം വരും. രാത്രിക്കത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ചിക്കൻ്റെ ലെഗ് പീസ് വെച്ചൊരു കറി ഉണ്ടാക്കാമെന്ന്. പിന്നെ ചപ്പാത്തിയും. അതിനുവേണ്ടി നമ്മൾ ലെഗ് പീസ് എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്ത് ചതച്ചത് കേട്ടോ. പിന്നെ ടൊമാറ്റോ, സവോളയും പച്ചമുളകും. കുക്കർ ചൂടായി. അപ്പോൾ ഞാൻ ശകലം എണ്ണ ഒഴിക്കാം. കടുകിടാം. തേങ്ങ കൊത്തി ചേർക്കാം. ശേഷം മൂത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിടാം. പച്ചമുളകും സവോളയും ചേർക്കാം. ശേഷം ഉപ്പ് ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ ഇനി പൊടികളെല്ലാം ചേർക്കാം. പൊടികളെല്ലാം ചേർത്തു. അതിനകത്ത് തക്കാളിക്കയും കരിയാപ്പിലയും ചിക്കനും ചേർക്കാം. ലെഗ് പീസും കൂടി ചേർത്ത് ഒരു ലെഗ് പീസ് ഇട്ട് കൊടുക്കാം. എല്ലാം ഇളക്കി നമുക്കൊരു 2 വിസിൽ അടുപ്പിക്കാം. ശേഷം തിളപ്പിച്ചാറിയ വെള്ളം ഞാൻ ഒഴിക്കുന്നു. കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ വിസിലും വെക്കുക. 2 വിസിൽ വരെ അടച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇറക്കി വെക്കാം. നമ്മുടെ കറി എന്തായി നോക്കാറുണ്ട്. അപ്പോൾ കറിയൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ ഒരു കുരുപ്പ് പിടിച്ച സാധനമുണ്ടോ? ഇവിടെ ഫുള്ളും വരച്ചേക്കാ. ഞാൻ വഴക്ക് പറയുമ്പോൾ അവൾ ഓടുക. പിറ്റേ മൊത്തം സ്കെച്ച് കൊണ്ടുള്ള പരിപാടിയാണ്. എത്ര അടി എടുത്താലും അവൾ മാറത്തില്ല കേട്ടോ. ഇവിടുത്തെ പുലിമ്പുറത്താട്ടോ സ്കെച്ച് വെച്ച് മൊത്തം വരയാട്ടോ. ഇവളെ കൊണ്ട് ഓടുക പറയുമ്പോഴത്തേക്ക്. അപ്പം ഞങ്ങളുടെ വീട്ടിലെ ഗസ്റ്റുകൾ ഇതാട്ടോ. പക്ഷി ഇതേണ്ടേ. ആണോ? അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.